ഗൈസ്, അപ്പം നമ്മൾ ഈ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്കിൻ്റെ കട്ടി വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ വരുന്ന ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇതിന് വൈറ്റ് നമ്മൾ ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ബേസ് കോട്ടായിട്ട് നമ്മൾ കംപ്ലീറ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വെക്കണം. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മളിതാ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് അവിടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു സൈഡിലെ ചിറകിൻ്റെ ഭാഗം നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ഒരു കളറിലെ പെയിൻ്റ് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് വെളിയിലാവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ രണ്ട് കളറ് ക്ലേ യൂസ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് നമ്മുടെ ബട്ടർഫ്ലൈയുടെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ആ വരുന്ന പോർഷൻ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ക്ലേ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ ഒന്നാക്കി എടുത്തിട്ട് ആ ഒരു ഷേപ്പിലാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് ക്ലേ എടുത്തിട്ട് അതൊന്ന് പരത്തിയിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ ആക്കിയെടുക്കാൻ പോവാണ്. അതിന് ശേഷം നമ്മളിതാ ഒരു യെല്ലോ കളർ എടുത്തിട്ട് അത് ഇതുപോലെ ഒരു ചെറിയ ഡോട്ടാക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ ഫ്ലവർ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഈ സൈഡിലായിട്ട് ഇതിൻ്റെ നമ്മൾ പെയിൻ്റ് അടിക്കാത്ത ആ ഒരു സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫ്ലവറും അതേ സെയിം രീതിയിൽ എടുത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു റോസ് കളർ ക്ലേ എടുത്തിട്ട് നമ്മൾ ബാക്കി വന്ന ക്ലേയുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ഒന്ന് ഉരുട്ടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഉരുട്ടി ഇതുപോലെ ബോൾസ് ആക്കി നമ്മൾ മാറ്റി വെക്കണം. അതിന് ശേഷം അതിൽ ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്കതൊന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തിട്ട് നമ്മളൊന്ന് ഉരുട്ടി ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കാണുന്ന പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ഓരോരോ ഫ്ലവറിൻ്റെ ഇതും പരത്തിയിട്ട് നമ്മളൊരു അടിക്കടിക്ക് റോസ് ഷേപ്പിൽ നമ്മൾ അടിക്കടിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഷേപ്പ് ആക്കിയതിന് ശേഷം അത് അവിടെ നിന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഫ്ലവറും ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഫ്ലവറാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പേ ചെയ്ത അതുപോലത്തെ ഫ്ലവറാക്കി തന്നെ ഇതും എടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻട്രലായിട്ട് നമ്മൾ യെല്ലോ കളർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത കുറച്ചുകൂടെ ക്ലേ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ബോൾസായിട്ട് വീണ്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഫ്ലവറും ഇതേ സെയിം രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പം ഞാൻ ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ അത് തന്നെ ഒരു ഷേപ്പായി പോയി അങ്ങ്. അപ്പോൾ ഞാൻ പിന്നെ ഓർത്ത് അതേ ഷേപ്പ് തന്നെ അങ്ങ് വെച്ച് കൊടുത്തേക്കാം, പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തണത് കാരണം അങ്ങനെ ഷേപ്പ് വെച്ച് കൊടുത്തു. ബാക്കി ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് അവിടെ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല കളർ യൂസ് ചെയ്തിട്ട് നമ്മളത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു റോസ് ഫ്ലവറും കൂടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മണ്ടയ്ക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ക്ലേ യൂസ് ചെയ്ത് ഒരു ചിറകിൻ്റെ ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വൈറ്റ് കൂടെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.